സാറേ, ഞാൻ ഈ പണി നിർത്തുകയാണ്. ഇന്നലെ വൈകുന്നേരം ഞാൻ എറണാകുളത്ത് ഒരു ടെക്സ്റ്റൈൽസിൽ പോയി, ഒരു ഹോൾസെയിൽ കടയിൽ. അവിടെ നോക്കിയപ്പോൾ എന്താണ്, ആ കുട്ടി അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, 3 നിലയിലും കയറി ഇറങ്ങിയാണ്. ആകെ ഒരുത്തനെയുള്ളൂ. എല്ലാ പണികളും അവനാ ചെയ്യുന്നത്. അവൻ 50 മീറ്റർ 100 മീറ്ററൊക്കെ ഇങ്ങനെ തുണി കട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ ഞാൻ അവനെ തന്നെ നോക്കുകയായിരുന്നു, അവനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അവൻ എന്തുകൊണ്ടാണ് അവൻ നിർത്തുന്നതെന്നറിയാമോ? 8 മണിക്കൂറല്ല അവൻ്റെ ജോലി. രാവിലെ 8 മണിക്ക് വന്നാൽ അവൻ രാത്രി 8 മണി വരെ അവൻ്റെ വർക്കാണ്. മെയ് ദിനം എന്തിനു വേണ്ടിയാണ്? മെയ് ദിനത്തിൻ്റെ ആശംസകൾ. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്നൊരു പാട്ട് പണ്ട് മലയാള സിനിമയിലുണ്ടായിരുന്നു. ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം പറഞ്ഞ കുട്ടിയുടെ കാര്യം, 8 മണിക്കൂർ തൊഴിൽ എന്നത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മെയ് ദിനമാണ്, മെയ് 1 ആണ്. ആ തൊഴിലാളി ദിനം വരേണ്ട കാരണം തന്നെ 8 മണിക്കൂർ ഡ്യൂട്ടിയാണ്. ഇന്നും കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തെ പലയിടങ്ങളിലും 8 മണിക്കൂർ എന്നത് സ്വപ്നമായി മാറുകയാണ്. സർക്കാർ തലത്തിലായാലും മറ്റുള്ള തലത്തിലായാലും. കാരണം സർക്കാർ തലത്തില് ഓഫീസ് ജോലികൾ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വരുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരു ലൈൻമാൻ 24 hours ആണ്, ഒരു പോലീസുകാരൻ 24 hours ആണ്, ആരും ഒരു ഫയർ സ്റ്റേഷന് 24 hours ആണ്. അത് അത്യാവശ്യ സർവീസാണ്, അവശ്യ സർവീസാണ്. പക്ഷേ അവർ 8 മണിക്കൂറും 12 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ചെയ്യുന്നത്. പക്ഷെ ഓൾറെഡി അവരങ്ങനെയാണ്. അതുപോലെ ഓരോ തലങ്ങളിലും അങ്ങനെയാണ്. 1889 അന്താരാഷ്ട്ര തൊഴിലാളി ദിനം പ്രഖ്യാപനം ഉണ്ടായത്. മെയ് 1 അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. മെയ് 1 ആഘോഷിക്കാൻ 8 മണിക്കൂർ ജോലി ദിവസത്തിനായി തൊഴിലാളികൾ മാർച്ച് നടത്തിയ 1886 ചിക്കാഗോ ഹേ മാർക്കറ്റ് അഫയറിന്റെ ഓർമ്മയ്ക്കായാണിത്. ഇത് അക്രമാസക്തമായ ഏറ്റുമുട്ടൽ കലാശിച്ചു. ഒട്ടനവധി പേര് മരിച്ചു, പോലീസുകാരും അതോടൊപ്പം തന്നെ മരിച്ചു. ആദ്യത്തെ അന്താരാഷ്ട്ര പ്രകടനം നടന്നത് 1890 മെയ് 1 8 മണിക്കൂർ ജോലി ദിനം സ്ഥാപിക്കാനും തൊഴിലാളികളുടെ അവകാശങ്ങൾ മാനിക്കാനുമാണ് ഈ പ്രസ്ഥാനം ലക്ഷ്യമിട്ടത്. ഒരുപറ്റം തൊഴിലാളികൾ ചൂഷണങ്ങളിൽ നിന്നും അടിച്ചമർത്തലുകളിൽ നിന്നും മോചനം നേടുമ്പോൾ, അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോൾ മെയ് ദിനം പ്രഖ്യാപിച്ച് ആഘോഷങ്ങളും സുന്ദരങ്ങളായി പ്രഖ്യാപനം നടത്തിയിട്ടും 70% അസംഘടിത മേഖലകളിലെ തൊഴിലാളികൾക്ക് എന്ത് അവകാശ സംരക്ഷണമാണ് ഉണ്ടായത്? എവിടെയാണ് നിയന്ത്രിതമായ 8 മണിക്കൂർ ജോലി? എവിടെയാണ് ജോലിക്ക് അനുസൃതമായ കൂലി? എവിടെയാണ് തൊഴിൽ സംരക്ഷണം? തുല്യ ജോലിക്ക് എവിടെയാണ് തുല്യ വേതനം? നാം ചൂഷണം ചെയ്യപ്പെടുകയാണ്. അത് എല്ലാ തലങ്ങളിലും തൊഴിലാളികൾ അനുഭവിക്കുകയാണ്. നമ്മുടെ ആചരണങ്ങളും ആഘോഷങ്ങളും പതിവാക്കുമ്പോഴും നെടുവീർപ്പുകളിടുന്ന, നീതിക്ക് വേണ്ടി തെല്ലകലം അനുഭവിക്കുന്ന ഒരുപാട് തൊഴിലാളികൾ ഉണ്ടെന്നറിയുക. നമ്മുടെ കൂട്ടത്തിൽ, ഈ കേരളത്തിൽ, ഈ ലോകത്ത് അവരോടുള്ള ബഹുമാനവും സ്നേഹവും കാത്തു സൂക്ഷിച്ചുകൊണ്ട്, അവരോടൊപ്പം ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട്, തൊഴിലാളികളുടെ അവകാശങ്ങളും സംരക്ഷണങ്ങളും മരീചികയായി തുടരുമ്പോഴും ഒരു മെയ് ദിനാശംസകൾ ഞാൻ നിങ്ങൾക്കായി നേരുകയാണ്. വേതനം വാങ്ങുന്നത് എല്ലാവരും തൊഴിലാളികളാണ്. അത് 1 രൂപ വാങ്ങിക്കുന്നവനായാലും കോടികൾ വാങ്ങിക്കുന്നവനായാലും തൊഴിലാളികളാണ്. അമേരിക്കയിലെ ചിക്കാഗോയിലാണ് ഈ സമരം പൊട്ടിപ്പുറപ്പെട്ടതെങ്കിലും, ഈ ദിനത്തിന് നിദാനമായതെങ്കിലും അമേരിക്കയിൽ മെയ് 1 സെപ്റ്റംബറിലെ ആദ്യ തിങ്കളാഴ്ചയാണ് അമേരിക്കയിൽ ലേബർ ഡേ ആചരിക്കുന്നത്. അതുപോലെ തന്നെ കാനഡയിലും തൊഴിലാളി ദിനം സെപ്റ്റംബറിലെ ആദ്യ തിങ്കളാഴ്ചയാണ്. ന്യൂസിലൻഡില്, അതുപോലെ തന്നെ ജപ്പാനില്, അതുപോലെ പലയിടങ്ങളിലും മറ്റൊരു ദിവസത്തിലാണ്, മറ്റൊരു തീയതിയിലാണ്, മറ്റൊരു മാസത്തിലാണ് ഇത് നടക്കുന്നത്. ലോകത്തിലെ 80ഓളം രാജ്യങ്ങളിലാണ് മെയ് 1 അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്, തൊഴിലാളി ദിനമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റു രാജ്യങ്ങളിൽ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ചില രാജ്യങ്ങളിൽ അത് ഇല്ല. ഇസ്രായേലില്, സൗദി അറേബ്യ, അതുപോലെ കുറെ രാജ്യങ്ങളിൽ തൊഴിലാളി ദിനം
ഇല്ല, അതിന് അവധി ഇല്ല എന്ന് തന്നെയാണ്. ഇന്ത്യയിൽ എന്നാണ് മെയ് ദിനം ആരംഭിച്ചതെന്ന് നോക്കാം. 1923 മെയ് 1 ചെന്നൈയിലെ ലേബർ കിസാൻ പാർട്ടി ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് മെയ് ദിനം ആദ്യമായി ഇന്ത്യയിൽ ആചരിച്ചത്. തമിഴ്നാട്ടിൽ നിന്നാണ് മെയ് 1 ആദ്യമായി ആചരിച്ചത്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ക്രൈസ്തവനും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മറ്റുള്ള ഇതേ മതക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മെയ് 1 എന്ത് ക്രൈസ്തവ ദേവാലയങ്ങളിൽ, കത്തോലിക്ക ദേവാലയങ്ങളിൽ ഇത്ര ആഘോഷമുണ്ട്. വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാളാണെന്ന്, തൊഴിലാളി മധ്യസ്ഥനായ ഔസേപ്പിതാവിന്റെ. ഇതെങ്ങനെയാണ് ഔസേപ്പിതാവിനെ മെയ് ദിനത്തോട് ചേർത്ത് നിർത്തിയത് എന്ന് ഞാൻ പറയുകയാണ്. മെയ് ദിനമാണോ വിശുദ്ധ ഔസേപ്പിന്റെ തിരുനാളാണോ ആദ്യം ഉണ്ടായിരുന്ന സംശയം ഓരോരുത്തർക്കും ഉണ്ടാകാം, ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാകാം. തീർച്ചയായിട്ടും മെയ് ദിനമാണ് ആദ്യം ഉണ്ടായത്. കാരണം 1889 മെയ്യിലാണ് മെയ് ദിനം ആദ്യമായി പ്രഖ്യാപിച്ചത്. എന്നാൽ കത്തോലിക്ക സഭയിൽ 1955 പയസ് 12 പാപ്പയാണ് വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാൾ പ്രഖ്യാപിച്ചത്. മതേതരമായ മെയ് ദിനം, അതായത് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം, ക്രിസ്തീയവൽക്കരിക്കുന്നതിനും തൊഴിലാളികളുടെ രക്ഷാധികാരിയായും മനുഷ്യാധ്വാനത്തിന് മഹത്വമായും വിശുദ്ധ ഔസേപ്പിനെ ആദരിക്കുന്നതിനുമാണ് ഈ തിരുനാൾ സ്ഥാപിതമായത്. കമ്മ്യൂണിസ്റ്റ് സ്പോൺസർ ചെയ്ത മെയ് ദിനാഘോഷങ്ങൾക്ക് ഒരു ക്രിസ്തീയ പ്രതിരൂപം നൽകുന്നതിനാണ് പയസ് 12 പാപ്പ ഈ തിരുനാൾ തുടങ്ങിയത്. ഇത് മുതലാളിത്ത രാജ്യത്തിലാണ് തുടങ്ങിയതെങ്കിലും അമേരിക്കയിലല്ല മെയ് 1 തൊഴിലാളി ദിനമായിട്ട് ആഘോഷിക്കുന്നത്, മറ്റുള്ള രാജ്യങ്ങൾ. മെയ് 1 തൊഴിലാളി ദിനമായിട്ട് ആഘോഷിക്കുന്നത് അമേരിക്കക്കാര് സെപ്റ്റംബർ ആദ്യത്തെ തിങ്കളാഴ്ചയാണ്. അധ്വാനിക്കുന്ന ജനങ്ങൾക്ക് മാതൃകയായി വിശുദ്ധ ഔസേപ്പിതാവിനെ പ്രഖ്യാപിക്കുകയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. 1955 ഇറ്റാലിയൻ തൊഴിലാളി കാത്തലിക് അസോസിയേഷന്റെ ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിലെ പ്രസംഗത്തിനിടയിലാണ് പയസ് 12 പാപ്പ പ്രഖ്യാപിക്കുന്നത്. ഇപ്പൊ നാം കരുതും മെയ് 1 ഔസേപ്പിതാവിന്റെ തിരുനാളുണ്ട്, അതുപോലെ തന്നെ മാർച്ച് 19 ഉണ്ട്. മാർച്ച് 19 മരണ തിരുനാളും വലിയ ആഘോഷമായിട്ട് ഔസേപ്പിതാവിന്റെ തിരുനാൾ നടത്തും. ഇത് തൊഴിലാളി മധ്യസ്ഥന്റെ തിരുനാളാണ്, ഔസേപ്പിതാവിന്റെ തിരുനാളല്ല. അതായത് തൊഴിലാളി മധ്യസ്ഥൻ എന്ന നിലയിലുള്ള ഔസേപ്പിതാവിന്റെ തിരുനാളാണ് മെയ് 1 നടത്തുന്നത്. അതായത് മാർച്ച് 19 തിരുനാളിന് പുരാതന പേരുകളുണ്ടെങ്കിലും മെയ് 1 തിരുനാൾ വിശുദ്ധന്റെ ജോലിയുടെ മഹത്വവുമായി പ്രത്യേകം ബന്ധപ്പെടുത്തിയാണ് മെയ് 1 തിരുനാൾ. പലർക്കും സംശയങ്ങൾ ഉണ്ടാവും, ഒരു വിശുദ്ധനും 2 തിരുനാളുകൾ വരുന്നില്ലല്ലോ. ചിലർ അങ്ങനെ ആക്കുന്നുണ്ട്. മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി തിരുനാളുകളുണ്ട്. അത് പല പല മാതാവുകളായിട്ട്, ലൂർദ് മാതാവ്, ഫാത്തിമ മാതാവ്, അങ്ങനെ പല മാതാവുകൾ ആണ് വരുന്നത്. അതുകൊണ്ടാണ് വ്യത്യസ്ത സമയത്ത് തിരുനാളുകൾ വരുന്നത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ, ക്ഷേമം, സാമൂഹ്യ നീതി എന്നിവ ലക്ഷ്യമാക്കി ചരിത്രപരമായി പുറത്തിറങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട പേപ്പൽ ബുള്ളറ്റിനാണ്, അല്ലെങ്കിൽ ചാക്രിക ലേഖനമാണ് 1891 ലിയോ 13 പാപ്പ പുറപ്പെടുവിച്ച റേരും നൊവേരും എന്ന ചാക്രിക ലേഖനം. പുറത്തിറങ്ങിയ വർഷം 1891 മെയ് 15 വ്യവസായ വിപ്ലവ കാലത്ത് തൊഴിലാളികൾ അനുഭവിക്കുന്ന ചൂഷണങ്ങൾക്കെതിരെയും മുതലാളിത്തത്തിന്റെ അതിക്രമങ്ങൾക്കെതിരെയും സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്കുമിടയിൽ ഒരു മധ്യവർത്തി നിലപാട് സ്വീകരിക്കുവാനുമാണ് സഭ ഈ ചാക്രിക ലേഖനം പുറത്തിറക്കിയത്. തൊഴിലാളികൾക്ക് ന്യായമായ വേതനം, അതുപോലെ തൊഴിൽ സമയം ക്രമീകരിക്കണം, യൂണിയനുകൾ രൂപീകരിക്കാനുള്ള തൊഴിലാളിയുടെ അവകാശം, സ്വകാര്യ സ്വത്തിനുള്ള അവകാശത്തെ പിന്തുണയ്ക്കുമ്പോൾ തന്നെ അതിന്റെ സാമൂഹികമായ ഉത്തരവാദിത്വം ഊന്നിപ്പറയുന്നവയാണ് ഇതിലുള്ളത്. തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള സഹകരണം, ഇതിനു പുറമെ കത്തോലിക്ക സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളിലൂടെ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പിന്നീട് നിരവധി രേഖകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ചാക്രിക ലേഖനം വന്നിട്ടുണ്ട്. ക്വാദ്രജസീമോ അന്നോ ലാബോരം എക്സൻസ് എന്നിവയൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. തൊഴിലാളി പ്രശ്നങ്ങളിൽ
സഭയുടെ നിലപാട് വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രേഖ റേലും നൊവേരും തന്നെയാണ്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് ചിന്തിക്കണം. എല്ലാ തലങ്ങളിലും എന്ന് ഞാൻ പറഞ്ഞിരുന്നു, എല്ലാ തലങ്ങളിലും ഈ 8 മണിക്കൂർ മാത്രമല്ല, ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നീതിയും ക്ഷേമവും അവിടെ കിട്ടുന്നില്ല. തൊഴിലാളി ഉടമയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം ശരിയാവുന്നില്ല. അത് സഭാതലത്തിലെ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ആ തലങ്ങളോട് സഞ്ചരിച്ചാൽ, ഞാൻ സഭയെ കുറ്റം പറയുന്നതല്ല, അത് എല്ലാ മതങ്ങൾക്കും ആ രീതിയിലാണ്. അവരുടെ ജോലിക്കൊരു ക്ലിപ്തതയില്ല, അവരുടെ ജോലിക്ക് അനുയോജ്യമായ കൂലി കിട്ടുന്നില്ല, സ്വാതന്ത്ര്യമില്ല. നാളെ അവൻ പോകാൻ പറഞ്ഞാൽ പോകണം. എവിടെയും അടിച്ചമർത്തലിന്റെ സ്വരം നാം കേൾക്കുന്നു, അടിച്ചമർത്തലിന്റെ ഭാവം നാം കേൾക്കുന്നു. എല്ലാം തൊഴിലാളികൾ തന്നെയാണ് പലപ്പോഴും ഉണ്ടാവുന്നത്, അല്ലേ? മാനേജ്മെന്റ് തലങ്ങളിലായാലും ഔദ്യോഗിക തലങ്ങളിലായാലും ഇവിടെയും സംഭവിക്കുന്നത് എന്താണ്? മാനേജ്മെന്റിന്റെ മുകൾ തലങ്ങളിലുള്ളവരെ, അല്ലെങ്കിൽ ഒരു സർക്കാർ ഓഫീസിലാണെങ്കിൽ അതിന്റെ മുകൾ തലങ്ങളിലുള്ളവരെ, അവരുടെയൊക്കെ അടിച്ചമർത്തുന്നു. അവരും തൊഴിലാളികളാണെന്നുള്ള ബോധം അവർക്കില്ലാതെ പോകുന്നു. അവർ മുതലാളിയാൻ ചിന്തിക്കുന്നു. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ, ഒരു വാചകം പറയുമ്പോൾ, ഒരു വചനം പറയുമ്പോൾ, ഒരു പ്രസംഗം പറയുമ്പോൾ അത് പാലിക്കുന്നവരാവണം നമ്മൾ. നമ്മളൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ, നാം ഒരു നോട്ടീസ് ഇറക്കുമ്പോൾ, നാം ഒരു പരസ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളും അതെല്ലാം അനുസരിക്കുന്ന പ്രവർത്തിക്കുന്നത് ആയിരിക്കണം. കഴിഞ്ഞ ദിവസം ഒരു നേഴ്സിംഗ് കോളേജിന്റെ മതിലിലുള്ള കുറെ വെളിപ്പെടുത്തലുകൾ ഞാൻ കണ്ടു, ഒരു രൂപതയിൽ നിന്നും. എന്താണ് എഴുതിയിരിക്കുന്നത്? അവിടെയുണ്ടോ ഈ റേരുന്നവരും? അവിടെയുണ്ടോ തൊഴിലാളികളുടെ ക്ഷേമം? അവിടെയുണ്ടോ നീതി? അവിടെയുണ്ടോ തുല്യ ജോലിക്ക് തുല്യവേതനം? അവിടെ ഇല്ല സ്വാതന്ത്ര്യം. അവർക്ക് സമരം ചെയ്യാനുള്ള ഇല്ല. നിങ്ങൾ ഞാൻ പറഞ്ഞതിനോട് ചേർത്ത് വെച്ചതിന് വായിച്ചാൽ അറിയാനാവും. ഞാൻ ആരെയും കുറ്റം പറയാനല്ല, ഞാൻ പറയുന്നത് തൊഴിലാളികൾക്ക് വേണ്ടിയാണ്. ഇന്ന് മെയ് ഫസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഏവർക്കും മെയ് ഫസ്റ്റിന്റെ എല്ലാവിധ ആശംസകളും. ഞാനും തൊഴിലാളികളാണ്, നിങ്ങളും തൊഴിലാളികളാണ്, എല്ലാവരും തൊഴിലാളികളാണ്. വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ ഇവിടെ മുതലാളിയുള്ളൂ. മുതലാളിമാരായിട്ടുള്ളവർ പോലും വേതനം കൈപ്പറ്റുന്നവരാണ്. ഓക്കെ, താങ്ക് യു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.